അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ടയിലെ കോഴഞ്ചേരി പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. നാളെ രാവിലെ 7 മണിയോടെ രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം ഇന്നാണ് തിരിച്ചറിയുന്നത്. അപകടം നടന്ന് 11ാം ദിവസമായ ഇന്നാണ് ഈ DNA സാമ്പിളുകളുടെ പരിശോധനയിൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഈ മൃതദേഹം തിരിച്ചറിയുന്നതിലേക്ക് സഹോദരന്റെയും അമ്മയുടെയും DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. എന്തായാലും അതിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഈ മൃതദേഹവുമായിട്ടുള്ള വിമാനം അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8:20 ഈ വിമാനം പുറപ്പെട്ടിരിക്കുന്നത്. ഇത് ഡൽഹിയിൽ 9:45 വിമാനം ഇറങ്ങും. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് 3:25 വെളുപ്പിന് പുലർച്ചെ 3:25 തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നത്. അവിടെ 6:50 തന്നെ തിരുവനന്തപുരത്ത് മൃതദേഹം എത്തിച്ചേരും എന്നുള്ളതാണ്. 7 മണിയോടുകൂടിയായിരിക്കും തിരുവനന്തപുരത്ത് എത്തുക. അതിനുശേഷം ഈ രഞ്ജിത പഠിച്ച പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം വയ്ക്കും. സംസ്കാരം നാളെ തന്നെ എന്നതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്നതാണ്. എന്തായാലും ഈ വിമാന അപകടത്തിൽ, അതായത് കേരളത്തിൽ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്നായിരുന്നു രഞ്ജിത അതിൻ്റെ ചില കാര്യങ്ങൾക്കായി നാട്ടിലേക്ക് എത്തിയത്. എന്നാൽ തിരികെ ലണ്ടനിൽ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള പേപ്പർ വർക്കുകൾ അത് പൂർത്തിയാക്കാനായിരുന്നു ലണ്ടനിലേക്ക് തിരിച്ചത്. ആ ഘട്ടത്തിലാണ് ഈ വിമാനം അപകടത്തിൽപ്പെടുന്നതും രഞ്ജിതയുടെ ജീവൻ അത് കവരുന്നതും. എന്തായാലും ഇപ്പോൾ ആ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 7 മണിയോടെ ഈ രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും.